സർ, നാം ചർച്ച ചെയ്താണ് സത്യപ്രതിജ്ഞാവേളയിലെ വന്ദേമാതര പ്രശ്നം. സർ, അത് വല്ലാത്തൊരു ദുരനുഭവമായല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടിനുള്ള കീഴ്പ്പെടലല്ലേ അതുണ്ടായത്. യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് കരുതാമോ? ഇന്നലെ കർണാടകയിലും അത് ആവർത്തിച്ചു എന്ന് വരുമ്പോൾ ഒരനുഭവത്തിൽ നിന്നും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നല്ലേ കാണേണ്ടത്. സർ, സത്യപ്രതിജ്ഞാവേദിയിലെ മന്ത്രിസഭാംഗങ്ങൾ മാത്രം മതിയെന്ന് ഗവർണർ നിർദ്ദേശിച്ചുവെന്നും അത് തിരുത്തിക്കാൻ കഴിഞ്ഞുവെന്നും സർക്കാർ അഭിമാനപൂർവ്വം പറയുന്നതായി കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റേതായ സൗന്ദര്യം ഈ RSS അജണ്ട അംഗീകരിക്കുന്നതിൽ അതിന് വഴങ്ങാതെ നിൽക്കാൻ എന്തുകൊണ്ടാണ് കഴിയാതിരുന്നത്? സർ, ഇവിടെ ഞങ്ങൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആ പരാജയം അംഗീകരിച്ച് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ ഞങ്ങൾ ഈ സംസ്ഥാനത്ത് ഉയർത്തിയ രാഷ്ട്രീയമുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ സർക്കാർ മുന്നോട്ട് വെച്ച വികസന പരിപ്രേക്ഷ്യമുണ്ട്. അതെല്ലാം ഞങ്ങൾ മുറുകെ പിടിക്കുക തന്നെയാണ്. ഇവിടെ നേരത്തെ ചില പരാമർശങ്ങളുണ്ടായി. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അത് ഇതോടെയെല്ലാം അവസാനിച്ചുവെന്നല്ല ഞങ്ങൾ കാണുന്നത്. മുൻകാലങ്ങളിലുണ്ടായതുപോലെ തന്നെ കൂടുതൽ കരുത്തോടെ ഞങ്ങൾ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്.